നമ്മളിപ്പോ ഉള്ളത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിന്റെ അടുത്താട്ടോ. ഇപ്പൊ നമ്മള് കുറച്ച് ആൾക്കാർ അവന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടി നമ്മളിപ്പോ ഒരു വാൽപ്പാറ ട്രിപ്പ് അടിക്കാൻ പോണേ. കുറെ ദിവസങ്ങളായിട്ട് നമ്മളിപ്പോ കേരള ട്രിപ്പ് മാത്രമേ ഉള്ളൂ, അതായത് വാഗമണ്ണ്, നെല്ലിയാമ്പതിയൊക്കെ. ഇന്ന് നമ്മളൊരു വെറൈറ്റിക്ക് തമിഴ്നാട്ടിലേക്ക് പിടിക്കാന്ന് വിചാരിച്ചു. അപ്പം എല്ലാരും ഫുൾ വീഡിയോ കാണുക, അടിപൊളി ട്രിപ്പ് ആയിരിക്കും. അപ്പം ബൈക്ക് യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞാല് ആതിരപ്പള്ളി വഴിയാണ്. ഇവിടുന്ന് നേരെ ചാലക്കുടി വിടും. ചാലക്കുടിയിൽ നിന്ന് ആതിരപ്പള്ളി വാഴച്ചാല് വഴി വാൽപ്പാറ. ഒരു അടിപൊളി റൂട്ടാണ്. ബൈക്കിലൊക്കെ പോകാന്ന് പറഞ്ഞാൽ പൊളിക്കും. ഏതായാലും നമ്മളെ കൂടെ ഉള്ളവരൊക്കെ ഇതാ ഓരോ വണ്ടിയിലായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ യാത്ര തുടങ്ങാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പാലിയേക്കര ടോളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, തൃശ്ശൂർ. ഇവിടെ ഒരു ചെറിയൊരു പെട്ടിപ്പീടി ഉണ്ട്. ഇവിടെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്ര തുടരട്ടെ. ആനന്ദഭവൻ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് ചായക്കടൻ്റെ തന്നെ ഒരു 3 കിലോമീറ്റർ ഇപ്പോൾ അടുത്ത് പുതുക്കാട് ഉള്ള സ്ഥലമാണ്. ഇവിടെ നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാം കേട്ടോ. നമ്മൾ ഒരു 5 ബൈക്കും ഒരു കാറിലോട്ടോ വന്നത്. അപ്പോൾ ഏതായാലും ഇത് കഴിഞ്ഞിട്ട് നേരെ ചാലക്കുടി വിട്ട് അവിടെ നിന്ന് അങ്ങനെ ആതിരപ്പള്ളി വഴി കയറണം. ഏതായാലും പൊളിക്കും. ചാലക്കുടി വഴി ഇതാ വാൽപ്പാറ ആതിരപ്പള്ളി ഭാഗത്തേക്കുള്ള റൂട്ട് ഇങ്ങനെ തുടരുക കേട്ടോ. ഒരു പമ്പിലൊക്കെ നിർത്തി പെട്രോളൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അതാ ഒരു ഇൻ്റർസെപ്റ്റർ, 3 ഹിമാലയൻ, ഒരു ഹൈക്രോസ് ഇന്നോവ. ഇതിലാണ് നമ്മളെ യാത്ര. എന്തായാലും നല്ല അടിപൊളി റൂട്ടാട്ടോ, ബൈക്കിൽ വരാൻ പൊളിക്കും. നമ്മൾ വന്ന് ഇതാ ഒരു അടിപൊളി സ്ഥലത്തെത്തിക്കുന്നു കേട്ടോ. അതാ ഇതിൻ്റെ ഉള്ളിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ ഈ ആതിരപ്പള്ളി മറ്റേ അങ്ങനെ വാൽപ്പാറക്ക് പോണ വഴിക്ക് കാണുന്ന സംഭവങ്ങളാണ്. ഇത് പോണ വഴിക്കിൽ വാഴച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് അങ്ങനെ വേണം ആതിരപ്പള്ളി പോകാൻ. സോറി, ആതിരപ്പള്ളി അല്ല, വാൽപ്പാറ പോകാൻ. ഇത് ആ വണ്ടി ഇവിടെ അങ്ങനെ സൈഡാക്കിയിട്ട് ഒരു പാലൊക്കെ ഉണ്ട്. ഇത് അടിയിൽ കൂടി നല്ല ഒഴുക്കിലാട്ടോ വെള്ളം പോണേ. ഒരു രക്ഷയില്ല, അമ്മാരി ഒഴുക്കാം. ഈ വെള്ളമാണ് നേരെ നമ്മളെ വെള്ളച്ചാട്ടമായിട്ട് മാറുന്നത് ആതിരപ്പള്ളി. നമ്മൾ വരുന്നേക്ക് ഒരു ഹോട്ടലിലൊക്കെ കയറി കേട്ടോ. ഏകദേശം 1:30 സമയമായി. കുറച്ച് ആൾക്കാർ ചോറും കുറച്ച് ആൾക്കാർ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ ബിരിയാണി എത്തിക്കുന്നത് എന്താണ് ആ ടേസ്റ്റൊക്കെ. വാഴച്ചാൽ കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് തൊട്ടടുത്തുള്ളൊരു ചെറിയൊരു ഹോട്ടലിൽ നിന്നാട്ടോ ഭക്ഷണം. എല്ലാവരും ഓരോ കുശലമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഫുള്ള് നനഞ്ഞിട്ടുള്ളേ ഓരോ ആൾക്കാർ. ഫോട്ടൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഏതായാലും ഇനി തീറ്റ അടക്കട്ടെ അല്ലേ. നമ്മൾ വാൽപ്പാറൻ്റെ പോണാക്കി കുറച്ച് ഉള്ളേരിയയിൽ കൂടി ഇങ്ങനെ വന്നാട്ടോ. ഒരു ആദിവാസി കോളനിയാണ്. ഒരു നായിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നായി നമ്മളെ പിന്നാലെ കൂടിയിട്ട് ഒന്നൊന്നല്ല, എനിക്ക് തോന്നണേ ഈ ഒരു കോളനിയാണ് അതിൻ്റെ ഉള്ളിൽ, ആദിവാസി കോളനി. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ നായ്ക്കൾ നമ്മളിങ്ങനെ നോക്കുക, എന്നിട്ട് പിന്നാലെ കൂടെ ഫുള്ള് ടെറർ ഫീൽ ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഞാൻ കട്ടാക്കിയിട്ട് ഒരൊറ്റ വിടൽ വിട്ട്. കൂടെ ഉള്ളവരൊക്കെ ആദ്യമേ പോയിപ്പോൾ ഞാൻ ലാസ്റ്റാണ്ട് അതിനെ നായിയാണ് എന്നെങ്ങനെ നോക്കിയിട്ട് ഒരൊറ്റ വിടൽ വിട്ട്. ഇപ്പോൾ എങ്ങനെയല്ലോ വാൽപ്പാറ റോട്ടുമ്പിലേക്ക് കയറിക്കണേ കണ്ടോ. നല്ല അടിപൊളി വൈബാട്ടോ ഇപ്പോൾ ഈ സമയത്ത് വരാൻ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോയത്. ഇതൊരു ആദിവാസി കേരള സർക്കാരിൻ്റെ പട്ടികവർഗ വകുപ്പ് മുക്കംപുഴ പട്ടികവർഗ സങ്കേതം. ഉള്ളിൽ ഫുള്ള് കോളനിയാണ്. അടിപൊളി ഏരിയ കേട്ടോ. ഉള്ളിൽ നല്ല 2 സൈഡിൽ പുഴ കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാണ്. എന്തായാലും ഇനി മുന്നോട്ട് പോയാൽ അങ്ങനത്തെ വെറൈറ്റി സ്ഥലങ്ങളൊക്കെ നോക്കാം. റിസ്ക് ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ. നമ്മളാ കൂട്ടത്തിലുള്ള ഒരുത്തനെ അട്ട കടിച്ചോ സംശയമുണ്ട്. അവൻ്റെ ടാങ്ക് മേലൊക്കെ അട്ട കണ്ട് പഠിച്ചാനറിയാം. കടിച്ചോ അറിയില്ല. വീട്ടിൽ പോയി എവിടെ ഉണ്ടായിന് ടാങ്ക് മേലോ? ഇങ്ങനെ നടന്ന് കുറച്ച് കഴിഞ്ഞാൽ അറിയാം. കടിച്ചിട്ടുണ്ടെങ്കിൽ ചോരൊക്കെ എത്ര പോയിന്ന. ആ കുറച്ചൊക്കെ ചോര ഓടിക്കും മൂപ്പര്. പഴയ ചോരൊക്കെ അങ്ങോട്ട് പോട്ടെ. അങ്ങനെ ഒരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ. ഇത്രയും വന്നപ്പോൾ നമുക്കൊരു ആനനെ കാണാൻ കഴിഞ്ഞേ. ഇതാ ആന അവിടെ അങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട്, ചളിയിൽ കളിക്കുക അങ്ങനെ.
ചളി കളിക്കുക വെള്ളം കുടിക്കുക എന്താണ് ഫുള്ള് ചളിയാണ് ആന എന്താ അങ്ങനെ ആദ്യമായിട്ട് ഈ റൂട്ടിൽ ഇപ്പോൾ ഒരു ആനനെ കാണാൻ കഴിഞ്ഞ്. നമ്മളെ ചെക്കനൊന്ന് വീണിട്ടോ. ഭയങ്കര വെയിറ്റ് അല്ലേ ഈ വണ്ടി, 200 കിലോനുള്ളുണ്ട്. ഓനൊന്ന് വീണ്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാവില്ല വന്ന്. ആനനെ കാണാൻ വേണ്ടി നിർത്തിയ നോക്കാം നമുക്ക്. വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകട്ടെ നമ്മൾ. എന്താ ഫുള്ള് വെള്ളങ്ങളാണ്. വെള്ളങ്ങളെന്നല്ല വെള്ളച്ചാട്ടം, തലങ്ങും ബലങ്ങും ഒക്കെ വെള്ളച്ചാട്ടം. എന്താ രസമറിയാം റൂട്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോവുക, വെള്ളച്ചാട്ടം കാണുക. ഇപ്പോൾ ഒരു ആനനെ കണ്ടല്ലോ, ഇനി മുന്നോട്ട് പോവാ. അപ്പം ഇനി വാൽപ്പാറയിലേക്ക് 53 കിലോമീറ്റർ ഉണ്ട്. ഇനി പോണേക്ക് എന്തെല്ലോ കാണാണ്ട് കേട്ടോ. ഇതാ ഇവിടെ വണ്ടികളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുക. ഓരോ ആൾക്കാർ കാറ് കയറുന്നത്, ചിലവർ ബൈക്ക് വാങ്ങണ്. നമ്മളെന്തായാലും കാറൊന്നുമില്ല, ബൈക്ക് തന്നെ. ബൈക്കിലെ ഹരം. വണ്ടിയൊക്കെ അതാ സൈഡാക്കി വെച്ചാണ്. ഒരാൾ കോട്ടിടാൻ ശ്രമിക്കുക, അവൻ്റെ തടി കാരണം കോട്ട് സെറ്റാവില്ല. ഒരാൾക്ക് കോട്ടിടാൻ 10 ആളാണ്. കറക്റ്റ് അതാണോ? ബ്ലൗസ് ഇട്ടായിരുന്നു വണ്ടി എടുക്കാൻ ചെയ്യാൻ സീർ പോയടാ. അപ്പോൾ ഇതാ ഏകദേശം വാൽപ്പാറ എത്തിയിട്ടാ. 25 കിലോമീറ്റർ കൂടി. ഷോളയാർ ഡാം എന്ന് പറഞ്ഞ ഒരു ഡാമിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ കാണാൻ കഴിയുള്ളൂ. നമ്മളെ വണ്ടികൾ ഓരോന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇന്നോവ എത്തിക്കഴിഞ്ഞ് എന്തേ പറയണ്ടോ? 23 പറഞ്ഞിരിക്കുന്നു. ആരാ പറഞ്ഞു? അയാൾക്ക് മാറിപ്പോയതാ. അയാള് ബോർഡല്ല, ഒരാള്. എന്താണ്ടില്ലേ, എന്ത് രസമാണ് കാണാൻ. ഞാനിവിടെ ഒരു ചെറിയൊരു ഷെഡ് ഉണ്ട് കേട്ടോ. നല്ല മഴ ഉണ്ടായതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഇടങ്ങാറാവും. അപ്പോൾ മെല്ലെ അതിൻ്റെ ഉള്ളിൽ വണ്ടി ഇതാ കയറ്റി വെച്ചിട്ട് അങ്ങനെ സ്ഥലത്തിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ഒരു കട്ടൻ ചായം കൂടി കിട്ടിയാൽ പൊടിച്ച്. വാൽപ്പാറ എത്തിയിട്ടോ. അടുത്ത ദിവസം രാവിലെ അയക്കണേ. ഇന്നലെ അധികം വീഡിയോ എടുക്കാൻ കഴിയില്ല, കുറച്ച് ലേറ്റായി. അപ്പോൾ ഇത് വാൽപ്പാറ ടൗണിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് വാൽപ്പാറ ടൗണ്. താമസിക്കുന്നത് ഇതാ ഹോട്ടൽ ഹോളിഡേ ബ്രേക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ലോഡ്ജിലാണ്. അപ്പോൾ രാവിലെ തന്നെ ചെറിയൊരു ചായയും കടിയൊക്കെ കഴിച്ച് ഇവിടെ തൊട്ടടുത്തൊരു ബേക്കറി ഉണ്ട്. ഇതാ ഈ ബേക്കറിയിൽ നിന്നാണ് കഴിച്ചത്. കോഡ് ബേക്സ്. ഇതാണ് വാൽപ്പാറ ടൗണ്. ചെറിയൊരു ടൗണാണ്, പക്ഷേ വേണ്ട എല്ലാം കിട്ടും, കുഴപ്പമില്ല. മറ്റേ പമ്പ്, ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്രോൾ അടിക്കാൻ കഴിയും. മറ്റേ നെല്ലിയാമ്പതിയൊക്കെ പോലെ അങ്ങനെ ചെറിയ സംഭവമല്ല. അത്യാവശ്യം നമുക്ക് പർച്ചേസ് ചെയ്യാനും നല്ല നൈറ്റ് വാക്ക് കാര്യങ്ങളൊക്കെ അടിക്കാം. നമ്മളെ കൂട്ടരുതാ ചായ അടിക്കണേ.
സ്പോട്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ ഏകദേശം വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. എല്ലാവരും സെറ്റായി കൊണ്ട് നിൽക്കുകയാണ്. വാൽപ്പാറ ഏകദേശം ഒരു 4-5 സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു 4-5 സ്ഥലം കാണാൻ വെച്ചിട്ട് ഇറങ്ങുക. എല്ലാവരും കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ഫുള്ളും മഴയാണ്, റെഡി ആയിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ സ്പോട്ട് എത്തിയിട്ടോ. വാൽപ്പാറയിൽ ആദ്യമായിട്ട് നമുക്ക് പോകാനുള്ള സ്ഥലം ഇതാണ്, റിവർ തന്നെയാണ് ഇവിടെ പറയണത് തോന്നുന്നത്. സാധാരണ ഇതിൽ ഞാൻ പണ്ടൊക്കെ വരുമ്പോൾ ഇവിടെ കുളിക്കാറൊക്കെ ഉണ്ടായിരുന്നു. എന്താ രസം കണ്ടില്ലേ. പക്ഷേ ഇപ്പോൾ കുളിച്ചാൽ ആ വയ്ക്കാൻ കൂടെ പോവും. സൂപ്പർ ഒഴുക്കുക. പലവരും ഇതിൽ മരിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ ആ ഭാഗത്തൊക്കെ അല്ലേ, അതാ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ കുളിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ഇത്ര വെള്ളമൊന്നുമില്ല. ഇപ്പോൾ നല്ല മഴ അതിനുണ്ടേ, ഫുള്ള് വെള്ളം. പക്ഷെ എന്താ രസമല്ലേ വൈബ്, സീനറി. ഇവിടെ നിങ്ങൾക്ക് ചായ കുടിക്കാനുള്ള ഒപ്പൊക്കെ ഉണ്ട്. ബൈക്കിലേനോണ്ട് അധികം പരിപാടികൾ നടക്കൂല. അങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തി കാണാൻ പോവാ. ജസ്റ്റ് കണ്ട് നമ്മളിതാ വണ്ടിയൊക്കെ എടുത്തിട്ട് പോകാൻ പോവാണ്. അത് വണ്ടിയിലൊക്കെ കയറി നല്ല വെയിറ്റ് ആട്ടോ. അതുപോലെ ഒരുത്തിന് ഓംപ്ലേറ്റ് അടിച്ച് തിന്നാട്ടോ. നമ്മൾ നീരാർ ഡാമിലേക്ക് പോകട്ടോ. റിവർ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ ഒരാൾക്ക് 50 ഉറുപ്പിക വെച്ച് കൊടുക്കണം. അങ്ങനെ ആ ഒരു ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് അടുത്തൊരു സ്ഥലം 1-2 സ്ഥലങ്ങളിൽ കൂടി പോവാം. മഴ കേട്ടോ. നീരാർ ഡാം എന്ന് പറഞ്ഞാൽ ഒരു ഡാമിലേക്ക് നമ്മൾ പോവാണ്. ഞാനിതങ്ങനെ റോട്ടിൻ്റെ നടുവിൽ സൈഡാക്കിയിട്ട് കുറച്ച് നേരം അങ്ങനെ ഭംഗി ആസ്വദിക്കുകയാണ് റോട്ടിൻ്റെ ഒക്കെ. എന്താ രസം കണ്ടില്ലേ. ഫുൾ ടൈം മഴ കേട്ടോ. എപ്പോൾ യാത്ര പുറപ്പെട്ടോ അപ്പം തൊട്ടിട്ട് മഴ തന്നെ, ഒരു കുറവുമില്ല. അപ്പോൾ എങ്ങനെയുണ്ട് സ്പോട്ട്? അടിപൊളിയല്ലേ? എന്നെ തന്നെ കാണില്ല, ഞാൻ മങ്ങിപ്പോയിക്കണേ മഴ ചെയ്തിട്ട്. അപ്പോൾ ഏതായാലും നീരാർ ഡാം എത്തിയിട്ട് കാണാം. ഇനിയും പോവാണ്ട്, നമ്മളെ കൂടത്തിലുള്ള കാറുകാരെ കാണില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ മഴയും കൊണ്ട് എല്ലാവരും കൂടി വെയിറ്റ് ചെയ്യുക. മഴയത്ത് ഇങ്ങനെ നിൽക്കാനുള്ളൊരു വൈബ്. അപ്പോൾ ചെക്കന് ഇൻ്റർസെപ്റ്റർ പൊന്തില്ല. ഏതായാലും വെയിറ്റ് ചെയ്യാണ്. നമ്മളിതാ ഈ ഡാമിലേക്ക്, നീരാർ ഡാമിലേക്ക് വരുന്നതാക്കി വഴി തെറ്റി. ഇപ്പോൾ ഏതോ കാട്ടിലുണ്ടോ, ഫോഗൊക്കെ അടിച്ച് കിടക്കുന്ന ഒരു കാട്ടിലുള്ളത്. നമ്മളെ കൂട്ടത്തിലുള്ള കാറുകാരെ കാത്ത് നമ്മളൊരു 10-15 മിനിറ്റ് നിന്ന് കാറുകാരെ കാണില്ല. പിന്നെ നമുക്ക് മനസ്സിലായത് ഞമ്മക്കാ വഴി എത്തിയെന്ന്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ താഴോട്ടേക്ക് ഇതായത് നല്ല വെള്ളച്ചാട്ടം കാണണ്ട. അങ്ങോട്ട് എങ്ങനെ പോകുന്നറിയില്ല. അപ്പോൾ ഇതിലെങ്ങനെ കാണിച്ചു തരാം. അയ്യോ കാണുന്നില്ല. അത്യാവശ്യം നല്ല വെള്ളച്ചാട്ടമാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ നിന്ന് കാണാൻ കഴിയില്ല. നമുക്ക് നല്ല സൗണ്ടൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആസ്വദിക്കുകയാണ് ഈ ഒരു സ്ഥലം. സ്ഥലത്തേക്ക് ഇങ്ങനെ ഇതാ പോകാൻ പോകണം. എല്ലാവരും ഇവിടെ സെറ്റായിട്ട് നിൽക്കുകയാണ്. ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങോട്ട് പോകണ്ട, റിസ്ക് എടുക്കണ്ട. വെറുതെ ഇതിനാണ് അപകടങ്ങൾ ഉണ്ടാക്കി വെക്കണത്. നമുക്ക് ബൈക്കിൽ ഇങ്ങനെ റൈഡ് ചെയ്യുക, അങ്ങനെ പോവാം. അപ്പോൾ നമ്മൾ നീരാർ ഡാമിൽ നിന്ന് തെറ്റിയിട്ടാണ് ഇവിടെ എത്തി. നമ്മൾ നീരാർ ഡാമിലേക്ക് തന്നെ ഒന്ന് പോട്ടെ. നമ്മളെ കൂടെ ഉള്ളവരൊക്കെ പാവം നമ്മളെ തിരഞ്ഞ് നിൽക്കും, റേഞ്ച് ഇല്ല, അപ്പോൾ ആകെ പ്രശ്നമാണ്. വേഗം പോട്ടെ. ഇവിടെ അട്ട ഉണ്ടോ അറിയില്ല കേട്ടോ. അട്ട കയറുകയാണ് ആദ്യം എൻ്റെ കാലിലാണ് കയറേണ്ടത്. ഞാൻ അങ്ങനെ പേടിച്ച് നിൽക്കുക. ഞാൻ ചെരുപ്പ് ട്രൈപ്പ് വന്ന് അതാ സെയർ ബ്രോക്ക് നമ്മളെ ഫൈൻ ബ്രോ വളച്ചു കൊടുക്കുകയാണ് വണ്ടി. അങ്ങനെ ഓരോ ആൾക്കാരായിട്ട് നിരത്തി വളച്ച് മുന്നോട്ട് പോട്ടെ.
എൻ്റെ എന്താണ് ഇന്റർസെപ്റ്റർ സാധനം സ്കിഡാവോ? എക്സ്പ്ലേഡ് പിന്നെ മേലെ കയറ്റിക്കൊണ്ടാവും. ഓരോ ആൾക്കാർ അവനവന്റെ ബാക്കിലുള്ളവനെ ശ്രദ്ധിക്കുക, ഏറ്റവും ലാസ്റ്റ് ഉള്ളവനെ ആർക്കും ശ്രദ്ധിക്കാനില്ല. ആദ്യം സേറ് പോട്ടെ. ഓനെ മറ്റേ ബ്രെഡ് ആൻഡ് ബട്ടർ പോലെ നടുവിലാക്കി അതിനും വണ്ടി മാറി. ഏതായാലും വഴിയേറ്റിയ നന്നായില്ലേ? വഴിയേറ്റിയ പൊളിച്ചത്. അപ്പോൾ ഓരോ ആൾക്കാർ യാത്ര തുടങ്ങിട്ടോ. ഞാൻ വഴി അറിയുന്ന ആളായിരുന്നു, അങ്ങനെ ഞാൻ വഴി തെറ്റിച്ചു. അപ്പോൾ ഈ സ്ഥലത്തിനോട് നമ്മൾ വിട പറയാണ്. നമ്മളെ യഥാർത്ഥ ലൊക്കേഷനായ നീരാർ ഡാമിലേക്ക് നീങ്ങാണ്. ഇന്റർസെപ്റ്റർ ഉണ്ടല്ലേ, എന്താ പൊട്ടിക്കൽ. നമ്മൾ വഴിയൊക്കെ ശരിയാക്കിയിട്ട് ഇപ്പോൾ ഇതാ കറക്റ്റ് നീരാർ ഡാമിലെത്തി. ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ ഇതായി കാണുന്ന ഡാമും എന്തെല്ലാം ഉണ്ട്. വണ്ടിയൊക്കെ ഇവിടെ ഇങ്ങനെ അതാ നിരത്തി വെച്ചിട്ട് ഓരോ ആൾക്കാരിങ്ങനെ ഓരോ വർത്താനൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും കണ്ട ക്യാമറയിൽ കാണാതെ തന്നെ നല്ല വൈബാണ്. ഫുള്ള് ഫോഗൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു ക്ലൈമറ്റ്. അതേപോലെ തന്നെ അത്യാവശ്യം മഴ ഉണ്ട്. അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഫുള്ള് മഴ തന്നെ. മഴ ഇല്ലാത്തൊരു അവസരം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഇത് ഇപ്പോഴാണെന്ന് കുറച്ച് വെയിലായിട്ട് തന്നെ വന്നത്. വെയിലൊന്നും ഇപ്പോൾ അധികം നേരം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കില്ല. ഇപ്പം തന്നെ മിക്കവാറും മഴ പെയ്യും. എന്തായാലും വഴി തെറ്റിപ്പോയ സ്ഥലം അടിപൊളിയായി. പോരുത് പറഞ്ഞാണ്. അറിയാതെ പോയതാണെങ്കിലും സംഭവം അടിപൊളിയാണ്. ഏതായാലും അടുത്ത സ്പോട്ടിലേക്ക് പോവാം. അപ്പോൾ ഞാനിതാ റോഡ് കാണുന്ന റോഡില്ല, അവിടെ നിന്നൊരു ഓഫ് റോഡിങ് സ്പോട്ട് കിട്ടി. അപ്പോൾ ഞാൻ മെല്ലെ കയറിയിട്ടോ. നല്ല ഓഫ് റോഡാണ്. ഒരു എക്സ്ബ്ലേഡൊക്കെ ഉണ്ട്, കുറച്ച് മെനക്കെട്ടിട്ടാണ് വരുന്നത് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ഓരോ വഴിക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഏതായാലും മുന്നോട്ട് പോയൊക്കെ അങ്ങനെ ഉണ്ട്. ഈ വഴി ഇതങ്ങനെ വന്നതിനോട് ഇപ്പോൾ ഒരു ഗുണം ഉണ്ടായിട്ട് ഒരു സാധനം കാണിച്ചുതരാം. ഇതാണ്ടോ ചെറിയൊരു വെള്ളച്ചാട്ടം. ഇവിടെ വേണം ഇപ്പോൾ ഇറങ്ങിയിട്ട് കൈയും കാലൊക്കെ കഴുകി അങ്ങനെ സുഖമായിട്ടിരിക്കുക. അങ്ങനത്തെ വെറൈറ്റി പ്ലേസുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നല്ല രസമാട്ടോ. അപ്പോൾ ചെക്കന്മാരൊക്കെ ഇവിടെ എത്തി. എല്ലാവരും വെള്ളം കണ്ടതിൻ്റെ സന്തോഷത്തിലാട്ടോ. വേണം കുടിക്കാൻ. നല്ല പാറമക്കൂടി ഒഴുകി വരുന്ന നല്ല സൂപ്പർ ശുദ്ധമായ ജലമാണ്. നേരെ കുടിച്ചടാ. ആ ശുദ്ധമായ ജലം. ഏതാണോടാ? ഞാൻ അവിടെ നല്ല സൂപ്പർ വെള്ളതാ കുടിക്കുന്നതാ. ഒരാൾ പല്ലേക്കിന് എങ്ങനെയുണ്ട്? ആ ടോപ്പല്ലേ? അപ്പം അങ്ങനത്തെ ഓഫ് റോഡൊക്കെ അടിച്ച് വന്നിട്ട് ഇതാ വാൽപ്പാറൻ്റെ പ്രകൃതി ഭംഗി നമ്മളിങ്ങനെ നുകരയാണ് കേട്ടോ. നുകര അതാ ദൂരത്ത് നമ്മളെ റോഡതാ റോഡ്. നീ ഇതിനെ മേലോട്ട് കയറി വെക്കണം എന്താ ഉള്ളതെന്ന്. എന്താണ് ഈ ഫോണിൽ കാണാൻ എന്ത് ഭംഗിയുണ്ട്. അപ്പം നേരിട്ട് കാണാൻ എങ്ങനെ ഉണ്ടാവും? പൊളിക്കും. നമ്മളിതാ വണ്ടി അവിടെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കയറുക. ഇതാ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. എന്തായാലും മേലെത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, ഒന്ന് കയറി വെക്കാൻ അടിച്ചാൽ അങ്ങോട്ട്. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാനൊരു വൈബ് കേട്ടോ. എന്തായാലും കുറച്ച് റിസ്ക് എടുക്കണം, എന്നാലേ അതൊക്കെ കിട്ടുള്ളൂ. വ്യൂ കണ്ടില്ല? എന്താ വ്യൂ! ഈ വെള്ളം എങ്ങനെ വരുന്നു എന്ന് കാണാനൊരു പൂതി. ഏതായാലും മേലെ നോക്കാം. ശ്രദ്ധിച്ച് കയറി കേട്ടോ. ഒന്നുമില്ല. എന്തായാലും അടിപൊളി വ്യൂ കേട്ടോ. കയറിയ മാതിരി തന്നെ തിരിച്ചിറങ്ങാട്ടോ എല്ലാവരും. സൺറൈഡൊക്കെ ഉണ്ട്, കാറ്റും കൊണ്ട് നല്ല മഴയെ ആസ്വദിച്ചിട്ട്. എന്തായാലും ഹരാണ് കേട്ടോ. എന്താ അടിപൊളി. ഇനി ഞാനും ഇറങ്ങട്ടെ. ഏതായാലും ചെക്കന്മാരൊന്നും കാണില്ല, നമ്മളാദ്യം ഇവിടെ എത്തി. ഇവരെന്തോ വീണോ നോക്കട്ടെ, സൂം ചെയ്ത് നോക്കാമല്ലോ എന്താണ്. സൂം ചെയ്തിട്ട് കാണില്ല. എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. വീണോ എന്താണെന്നറിയില്ല. സംഭവം നമ്മൾ താഴെ ഒരു വെള്ളച്ചാട്ടം കണ്ടല്ലോ. അപ്പോൾ നമ്മൾ മേലെ നെയിൽ കൂടിയാണ് വരുന്നത്. നമുക്ക് നല്ല കൺഫ്യൂഷൻ ആയിരുന്നു, ഒന്നും ഒരു ഐഡിയ ഇട്ടില്ല. പക്ഷേ ഇതാ
ഇവിടെയൊക്കെ വണ്ടി നിർത്തി ഒന്ന് ഏന്തി വയ്ക്കുമ്പോൾ അതാ അവിടെ ഒരു സംഭവം ഒരു കെട്ടിച്ചിരിക്കണേ. മനുഷ്യന്മാരെന്നാ കെട്ടി വയ്ക്കും. ഉണ്ട് ഒരു ബണ്ട് പോലെ, അതിൻ്റെ ഉള്ളിലാണ് ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത്. അവിടെ നിന്ന് ചാടിക്കാൻ വന്നതാണ്. ആരാ ഇപ്പം എൻ്റെ കാലിലുണ്ടാവില്ല അട്ട. ആരാ കാലിലുള്ള അട്ട? അപ്പോൾ ഏതായാലും നോക്കാം. ഇവിടെ വരെ വന്നിട്ട് തൽക്കാലം ഇനി മുന്നോട്ട് പോകണ്ടായിരിക്കണം. കാരണം ഇവിടെ വരെയുള്ള വഴി അവസാനിച്ച് വെള്ളം ഇതാ ഇവിടെ നിന്നൊക്കെയാണ് ഉത്ഭവിച്ച് ഇങ്ങനെ വരുന്നത്. ആ മേലെ നിന്നൊക്കെ അവിടെ ചെറിയ വെള്ളം ഒഴുകുന്നുണ്ട്. അവിടെ നിന്നാണ് ഇങ്ങനെ ഉത്ഭവിച്ച് വരുന്നത്. നമ്മൾ തിരിച്ചു പോട്ടോ. വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ടെല്ലാവരും. ഓഫ് റോഡ് അടിക്കുന്ന വണ്ടികളും ഓഫ് റോഡ് അടിക്കാത്ത വണ്ടികളും ഒക്കെ കയറിക്കുന്നു കേട്ടോ. മെനക്കെട്ട് കയറിയതാ. നമ്മൾ ചോറ് കഴിച്ചില്ലല്ലോ അല്ലേ? ആ നെഹല്ലയിൽ എന്തോ വല്ലതും ഉണ്ടല്ലേ? നമുക്ക് പട്ടിണി മാറ്റാനുള്ളതാണല്ലേ? ഒരൊറ്റ പ്രശ്നമുള്ളൂ, ഇവിടെ റേഞ്ച് ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരട്ട അടിച്ചിട്ടോ ഭാഗ്യവാൻ. അട്ട ഓഫ് റോഡാട്ടോ. ഇപ്പൊ കാണുന്ന വഴി നോക്കണ്ട, അതിപ്പോ സുഖമായതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ കഴിയുന്നത്. നല്ല മോശം വഴികളാ. ഇതും മോശമാണ് വഴി. ഒരു നൂൽപ്പാലത്തിലൂടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിന് ഏതായാലും ഞാൻ അടുത്ത സ്പോട്ടിൽ നിന്ന് കാണാം. ഓക്കെ ഗൈസ്, ഇന്നെ അട്ട കടിച്ച് ഗൈസ്. ഇതാട്ട അപ്പോൾ അതാ ഗൈസ്, ഇന്നെ കടിച്ച് അട്ടനതാ പെരുവഴിയിൽ ഉപേക്ഷിക്കണം കേട്ടോ. ഈ സാധനം അതാ പൊന്തിക്കണ്ടില്ല. ഇതാണ് ഈ അട്ട. മുപ്പര് ഞാൻ അടുത്ത ഇരനെയും തേടി എടുക്കുക. എൻ്റെ കുറേ ചോര കുടിച്ച് ഇക്കളായിപ്പോയി കാലി. എന്നാ മുന്നോട്ട് പോലെ അങ്ങനെ അതും കിട്ടി അട്ട കടിക്കുള്ളത്. വെള്ളമണൽ ടണൽ അടുത്തൊരു സ്പോട്ടിലെത്തി. പക്ഷേ പണ്ടൊക്കെ ഇതിലേക്ക് നമുക്ക് ഇറങ്ങാൻ കഴിയണം. ഇപ്പോൾ ഫുള്ള് കണ്ടോ വേലിയൊക്കെ കെട്ടി ഇവിടം വരെ വരാനുള്ളൂ. വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ടില്ലേ, 3 അടി ഇപ്പോൾ വെള്ളമുണ്ട്. ടർബൈനൊക്കെ തുറന്നിടുന്ന സംഭവമാണ് തോന്നുന്നത്. പണ്ട് അപ്പുറത്തുള്ള വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് നമ്മൾ കുളിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഈ വെടിച്ചമ്മ കയറിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പം നമുക്ക് ഇതേ കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് കാണാനില്ല. വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് എല്ലാവരും ഇങ്ങനെ നോക്കുകയാണത്. ഒരാളത് ആ ഷൂന്ന് വെള്ളമൊക്കെ പീഞ്ഞെടുക്കുന്നത്. അത്യാവശ്യം വെള്ളം ശേഖരിച്ചിരിക്കണ തോന്നുന്നത്. എന്തായാലും മൊത്തത്തിൽ വാൽപ്പാറ കൊണ്ട് പൊളിക്കും. ഇവിടെ മഴ കണ്ടില്ലേ? ആഹാ, മഴയും കൊണ്ട് ബൈക്കിലൊരു യാത്ര കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഈ വെള്ളം ഉള്ളോട്ട് കയറുമ്പോൾ. പക്ഷെ അതൊക്കെ സഹിക്കാം. അതിൻ്റെ ഒരു കണ്ണിനുള്ളൊരു കുളിർമ ഇങ്ങനെ കിട്ടുമ്പോഴേ. അപ്പോൾ ഏതായാലും ഞാൻ അടുത്ത സ്പോട്ടിലേക്ക് പോവാം. വെള്ളം കണ്ടില്ലേ, പറന്ന് പോവാണ്. ഒന്ന് നെക്സ്റ്റ് സ്പോട്ടിൽ നിന്ന് കാണാം. ഓക്കെ, നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് നീങ്ങാം കേട്ടോ. നല്ല മുടി പൂഞ്ചോല ഒരു വ്യൂ പോയിൻ്റാണ്. കുറേ ആൾക്കാരൊക്കെ പോയി, നമ്മൾ രണ്ടാളേ ഉള്ളൂ. ഏതായാലും അവിടെ നിന്ന് കാണാം. നല്ല മുടി വ്യൂ പോയിന്റിലേക്ക് പോകാനും അവിടെ എത്തിയപ്പോൾ മനസ്സിലായത് 4 മണി വരെ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു പോകാം കേട്ടോ. അവിടെ കയറിയില്ല. റോട്ടൊക്കെ ഉണ്ടല്ലോ, എന്താ റോഡ് അടിപൊളി. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളെ നാട്ടിലേക്ക് പൊള്ളാച്ചി വഴി തിരിച്ചു പോകാൻ പോകണം. അപ്പോൾ ഏതായാലും പോണേക്ക് കാണാം. ചിലപ്പം വീഡിയോ ഇതുവരെ ഉണ്ടാവുള്ളൂ. അത് ഓരോ ആൾക്കാരായിട്ട് ഇങ്ങനെ പോകണം. അപ്പം നമ്മൾ തിരിക്കാട്ടോ. പൊള്ളാച്ചി വഴി നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഫുള്ള് മഴ ആയതുകൊണ്ട് വീഡിയോ ഒക്കെ ഫുള്ള് എടുക്കാൻ കഴിയില്ല. കുറച്ച് ബുദ്ധിമുട്ട്. ചായയും കുടിച്ചിട്ട് പോകാനായിരിക്കും. ചായ ഉണ്ടാക്കാൻ ഏട്ടനപ്പുറമാണ്. അപ്പം വാൽപ്പാറയത്തെ വീഡിയോ ഇതുവരെ മാത്രം. ഓക്കെ.
ഓക്കെ ബൈ.